ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഏതോ ജന്മകൽപ്പനയിലെ നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നാളെ നടക്കാൻ പോകുന്ന ഹിന്ദിയിലെ റീമേക്ക് ഭാഗമാട്ടോ ഞാൻ പറയാൻ പോണത്. അങ്ങനെ നമ്മുടെ ശ്രുതി അച്ഛനും അമ്മേനെയും കൂട്ടിക്കൊണ്ട് അവിടുത്തെ അമ്പലത്തിലേക്ക് പോകുവാണ്. അമ്പലത്തിലേക്ക് പോകുമ്പോഴേക്കും അച്ഛനും അമ്മയടുത്ത് പറയുന്നുണ്ട്, അമ്മേ അച്ഛ, ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയ അമ്പലമാണിത്. ഈ അമ്പലത്തിൽ എന്ത് പ്രാർത്ഥിച്ചാലും അത് നടക്കുമെന്ന് അമ്മ ഇവിടുത്തെ വിശ്വാസം. അതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചോന്ന് ഞാൻ പറയുവാണ്. മാത്രമല്ല ഇവിടുത്തെ ആ പ്രതിഷ്ഠ അമ്മ കണ്ടോ, വളരെ ഭംഗിയില്ലേ, കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ലൊരു ഐശ്വര്യമല്ലേ എന്ന് പറയാണ്. മോളെ നീ ഇങ്ങനെ ചലചലാന്ന് സംസാരിക്കാതെ ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കട്ടെ മോളെ എന്ന് അമ്മ പറയുവാണ്. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ അമ്മയും അച്ഛനും അമ്പലത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ശ്രുതിയും പ്രാർത്ഥിക്കുന്നുണ്ട്. ആ സമയത്താണ് അവിടേക്ക് അശ്വിൻ വരുന്നത്. അശ്വിൻ വന്നിട്ട് പൂജാരത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അശ്വിൻ ഒരു തോന്നല് ഇവിടെ എവിടെയോ ശ്രുതി ഉണ്ടെന്ന്. അശ്വിൻ നോക്കുമ്പോഴേക്കും ശ്രുതിനെ പോലത്തെ ഒരു പെൺകുട്ടിനെ കാണുന്നുണ്ട്. അതായത് ശ്രുതി തിരിഞ്ഞു നിൽക്കുമായിരിക്കും. അപ്പോൾ ശ്രുതിനെ പോലെ തോന്നുന്നുണ്ടെങ്കിൽ അശ്വിൻ വിചാരിക്കും ശ്രുതി ആയിരിക്കില്ല, അവൾ ഈ സമയത്ത് ഇവിടെ ഉണ്ടാവാൻ ഒരു ചാൻസും ഇല്ല എന്ന് വിചാരിക്കുകയാണ്. കാരണമല്ല, ആ പെൺകുട്ടി അച്ഛനും അമ്മയുടെയും കൂടെ നിൽക്കുമായിരുന്നു. അശ്വിൻ അറിയില്ല ശ്രുതിയുടെ അച്ഛനും അമ്മയും വീട്ടിലുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അശ്വിൻ വിചാരിച്ചത് ശ്രുതിയല്ല തന്നെ വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ ശ്രുതിക്കും അങ്ങനെ തന്നെയാണ്. അശ്വിൻ എവിടെയോ ഉള്ള പോലത്തെ ഒരു ഫീല്. ശ്രുതി തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അശ്വിൻ അവിടെ ഉണ്ടാവില്ല കേട്ടോ. അശ്വിൻ അവിടെ നിന്ന് അപ്പോഴേക്കും മാറിയിട്ടുണ്ടാകും. അപ്പോൾ ശ്രുതി വിചാരിക്കും എപ്പോഴും അയാളുടെ വിചാരമുള്ളതുകൊണ്ട് എനിക്കങ്ങനെ തോന്നുന്നതായിരിക്കും എന്ന് ശ്രുതിയും വിചാരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ അശ്വിൻ അതിലേക്കൂടി ഇങ്ങനെ പോകുന്ന സമയത്താണ് ഒരു കുട്ടി അവിടെ നിന്ന് കരയുന്നത് കാണുന്നത്. ആ സമയത്ത് അശ്വിൻ ചോദിക്കേണ്ടി എന്താ നീ കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിലാണ്, കുറച്ച് സീരിയസ് ആണ്, പൈസയൊന്നുമില്ല ഞങ്ങളുടെ കയ്യിൽ. അത് മാത്രമല്ല അമ്മ ഭയങ്കര കരച്ചിലാണ് വീട്ടിൽ നിന്ന്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് അമ്പലത്തിൽ, അതായത് ഹിന്ദിയിൽ ആ അമ്പലത്തിലൊരു ആചാരമാണ് പ്രാവിനെ കൂട്ടിലുണ്ടാവും എല്ലാ പ്രാവും. അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ആ പ്രാവിനെ വാങ്ങിച്ചിട്ട് പ്രാവിനെ കൂട്ടിയും തുറന്നു വിടണം. അപ്പം പ്രാവ് സ്വതന്ത്രമായിട്ട് പറന്നു പോകുമ്പോൾ നമ്മുടെ ആഗ്രഹം നടക്കുമെന്നാണ് ആ അമ്പലത്തിലൊരു വിശ്വാസം. അപ്പം ഇതിൽ എനിക്ക് തോന്നുന്ന മരത്തിൽ ആ ഒരു റിബൺ പോലെ ഇങ്ങനെ കെട്ടത്തില്ലേ തുണി, അതാണ് തോന്നുന്നു ഇവിടെ. അപ്പം ആ കൊച്ചു പറയും എനിക്കത് കെട്ടണമെന്ന് ആഗ്രഹമുണ്ട് എൻ്റെ അച്ഛനെ വേണ്ടിയിട്ട്, പക്ഷേ എൻ്റെ കയ്യിൽ അത് മേടിക്കാൻ പൈസ ഇല്ല, അതിന് 25 രൂപയാണ്, എൻ്റെ കയ്യിൽ 10 രൂപയുള്ളത്, ഞാൻ കുടുക്ക പൊട്ടിച്ചെടുത്ത പൈസയാണെന്ന് പറയുമ്പോൾ അശ്വിന് വല്ലാത്ത വിഷമം തോന്നുന്നു. അശ്വിൻ നോക്കുമ്പോൾ ആ കുട്ടി കുടുക്ക പൊട്ടിച്ച് 10 രൂപ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കി പൈസയൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അശ്വിൻ പറയണ്ട് നീ വിഷമിക്കേണ്ട വാ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടീനെയും കൂട്ടിക്കൊണ്ട് പോകുകയാണ്. അതിനുശേഷം അവിടെ വഴിപാട് നടത്തുന്ന ഒരു ചേട്ടൻ ഉണ്ടായിരുന്നത്. ഈ മരത്തിൽ ആ തുണി ഇങ്ങനെ കെട്ടണ ആ ചേട്ടൻ്റെ കടയിൽ നിന്നാണ് എല്ലാവരും മേടിക്കുന്നത്. അപ്പോൾ അശ്വിൻ ആ കടയിൽ നിന്ന് എല്ലാം മേടിച്ചിട്ട് ആ കൊച്ചിനെ കൊടുക്കുവാണ്. എന്നിട്ട് പറയും ഇത് അമ്പലത്തിൽ മരത്തിൽ നീ കെട്ടിക്കോ, നിൻ്റെ അച്ഛന് ഒരു ആപത്തും വരില്ല എന്ന് പറയുവാണ്. അങ്ങനെ ആ കൊച്ചിന് വല്ലാത്ത സന്തോഷം തോന്നുവാണ്. ആ കൊച്ച് ആ ഓരോരോ സാധനങ്ങൾ ഓരോരോ മരത്തിൽ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ശ്രുതി അതേസമയം അമ്പലത്തിൽ വെച്ചിട്ട് അച്ഛനും അമ്മയടുത്ത് പറയുന്നുണ്ട്, അമ്മേ അച്ഛ ഈ അമ്പലത്തിലൊരു ഇതുണ്ട്, നമ്മുടെ ആഗ്രഹം വിചാരിച്ചില്ലെങ്കിൽ പ്രാർത്ഥന വിചാരിച്ചിട്ട് നമ്മൾ ആ കാണുന്ന മരത്തിൽ ആ റിബൺ കെട്ടുവാണെങ്കിൽ നമ്മുടെ ആഗ്രഹം സാധിക്കും, ഞാൻ പോയി കെട്ടിയിട്ട് വരട്ടെ എന്ന് പറയുമ്പോൾ മോളെ അത് അമ്മ അച്ഛനോട് നിൽക്കുക ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടേക്ക് ഓടിപ്പോകും കേട്ടോ. എന്നിട്ട് കടയിൽ പോയി ചോദിക്കുന്നുണ്ട്, ചേട്ടാ ഒരു റിബൺ താ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുമ്പോഴേക്കും ആ ചേട്ടൻ പറയുന്നുണ്ട്, അയ്യോ മോളെ ഇവിടുത്തെ എല്ലാം തീർന്നു പോയി, ഒരു ചെറുപ്പക്കാരൻ വന്ന് എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയെന്ന് പറയുകയാണ്. ചെറുപ്പക്കാരനോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി എന്നാൽ അതെന്തൊരു ചെറുപ്പക്കാരനാണ്, ഇവിടുത്തെ കടയിൽ എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയിരിക്കുന്നു എന്നൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ വിചാരിച്ചിട്ട് പെട്ടെന്ന് തിരിയുമ്പോഴാണ് ശ്രുതി ആ കാഴ്ച കാണുന്നത്. അശ്വിനാണ് ഒരു കുട്ടിയുടെ കൂടെ നിൽക്കുവാണ്, ആ കുട്ടി റിബൺ കെട്ടുവാണ്. അപ്പോൾ ആ സമയത്ത് ആ കുട്ടി പറയുന്നുണ്ട്, നിങ്ങൾ എത്ര നല്ല മനുഷ്യനാണ്, നിങ്ങളെപ്പോലത്തെ ഒരു അങ്കിളിനെ ഞാൻ കണ്ടിട്ടില്ല, എന്ത് സ്നേഹമുള്ളൊരു അങ്കിളാണ് നിങ്ങൾ കെട്ടുന്നില്ലേ, നിങ്ങളുടെ അച്ഛനും അമ്മേനെയും വിചാരിച്ച് നിങ്ങൾ കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അച്ഛനമ്മേനെ ഒരുപാട് നല്ലതായിരിക്കും, ദേവി അനുഗ്രഹിക്കുന്നൊക്കെ ആ കൊച്ചു പറയുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, എൻ്റെ അച്ഛനും അമ്മയും ഇല്ല മോനെ എന്ന് പറയുവാണ്. ആ സമയത്ത് ആ കുട്ടി പറയുന്നുണ്ട്, എന്നാൽ സാരില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ട് നമ്മുടെ ശ്രുതിക്ക് വല്ലാതെ സന്തോഷം തോന്നുന്നു. അശ്വിന് ഇങ്ങനത്തെ ഒരു മനസ്സുണ്ടോ എന്ന് ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ്. അതിനുശേഷം അശ്വിൻ ആ കുട്ടിയെടുത്ത് പറയുന്നുണ്ട്, അശ്വിൻ ശ്രുതിനെ കാണുന്നില്ല കേട്ടോ. അശ്വിൻ ആ കുട്ടിയെടുത്ത് പറയുന്നുണ്ട്, മോനെ നോക്ക്, നീ ആരുമില്ലാത്ത സമയത്ത് ഇങ്ങനെ ഇറങ്ങി നടക്കാനൊന്നും പാടില്ല കേട്ടോ, നീ സൂക്ഷിച്ചും കണ്ടൊക്കെ നടക്കണം, നിന്റെ അമ്മ ഒറ്റയ്ക്കല്ലേ വീട്ടിൽ, അപ്പം ഇങ്ങനെ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ അമ്മക്ക് വിഷമോവില്ലേ, അച്ഛനൊന്നും സംഭവിക്കില്ല, നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അശ്വിൻ ആ കാർഡ് ആ കുട്ടിയുടെ കയ്യിലേക്ക് എഴുതി കൊടുക്കുവാണ്, അശ്വിൻ്റെ കാർഡ്. അതിനുശേഷം അശ്വിൻ അവിടെ നിന്ന് പോകുകയാണ്. ശ്രുതിക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നു. കാരണം അശ്വിൻ എന്തൊരു നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് എന്നാലോചിച്ചിട്ട് ആ കുഞ്ഞു മനസ്സ് വേദനിച്ചപ്പോൾ അശ്വിൻ്റെ മനസ്സും വേദനിച്ചു. ആ കുഞ്ഞിന് വേണ്ടി അശ്വിൻ എത്ര നല്ല കാര്യമാണ് ചെയ്തെന്നൊക്കെ ആലോചിച്ചിട്ട് ശ്രുതിയുടെ കണ്ണിങ്ങനെ നിറയുമായിട്ടോ. അപ്പോൾ നാളത്തെ ഭാഗം നമ്മൾ ഇതൊക്കെയാണ് കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.